ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. വായോ, ലെറ്റ്സ് ഗോ ബിരിയാണി. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചതച്ചെടുക്കാം. ഞാൻ ചതയ്ക്കുന്നതിന് വരും അരച്ച് നല്ലപോലെ എടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ടിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാൽ ഇത് ഈ കളറിൽ കിട്ടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നതിൻ്റെ ഒരു കമർപ്പ് കിട്ടത്തില്ല. പിന്നെ പെരിഞ്ചീരവും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് തൈരും കൂടെ ഇട്ടിട്ട് ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. ഉപ്പും ചേർക്കണം കേട്ടോ, മറന്നു പോകരുത്. എല്ലാവരും ചേർക്കുന്നതായതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. മസാലയൊക്കെ പറ്റിയ ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള അരി നല്ലപോലെ കഴുകി ഇച്ചിരി നേരം സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ 2 കിലോയ്ക്ക് ചിക്കനാണ് വാങ്ങിയത്. ഒരു കിലോ അരി തികച്ചെടുത്തിട്ടില്ല. കൂടുതൽ ചോറ് വന്നു കഴിയുമ്പം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ ബിരിയാണിയുടെ മസാലയ്ക്കും പിന്നെ സബോള വറക്കാനും വേണ്ടിയുള്ള സബോളകളെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് എന്നിട്ടതെല്ലാം വറുത്തെടുത്ത് ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുമ്പോഴും ചിക്കൻ ഈ മസാലയെല്ലാം ചേർത്ത് ശകലം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അകത്ത് 2 വിസിലടുപ്പിക്കും. അപ്പം നല്ലപോലെ വേകും. എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ അധികം എണ്ണ ആവശ്യമായിട്ട് വരത്തില്ല. ആ പൊരിച്ചെടുത്ത ശേഷമുള്ള എണ്ണയിലേക്ക് സബോള ഇട്ട് നന്നായി വഴറ്റണം. സബോള എനിക്ക് നല്ലപോലെ വാടണം. സബോള വാടുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സബോള വറുത്തെടുത്തായിരുന്നല്ലോ, ആ വറുത്തെടുത്ത ആ നെയ്യിലേക്ക് സോക്ക് ചെയ്ത അരി നന്നായി വറുത്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഞാൻ 3 നാഴി അരിയാണ് എടുത്തത്. അതിന് 5 നാഴി വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചതിൻ്റെ അകത്ത് 1 സ്പൂണ് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ചേർക്കണം. പിന്നെ വാറ്റാൻ വെച്ച സബോളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്നും കൂടെ വഴറ്റി അടച്ച് വെക്കണം. മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പ് ആവശ്യം നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. അതിലേക്ക് ഒരു 4 തക്കാളിക്ക അരിഞ്ഞിട്ട് അതും ചേർക്കണം. അത് നന്നായി വഴറ്റണം. ഇത് രണ്ടും നല്ലപോലെ വഴറ്റി വന്ന ശേഷം മാത്രമേ നമ്മൾ മസാല ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മലയാളം ചെയ്തുകൊണ്ട് സവോളയുടെ പരിവം കണ്ടില്ലേ, നല്ലപോലെ ഇങ്ങനെ വഴണ്ടിരിക്കണം. എന്നാലുള്ള ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതെല്ലാം വഴണ്ടി വന്ന ശേഷം അതിലേക്ക് ശകലം തൈര് ആഡ് ചെയ്യണം. ഞാൻ കട്ട തൈരാണ് മേടിച്ചത്. അതാകുമ്പം പിന്നെ അധികം അതിൻ്റെ വെള്ളം ഇതായിട്ടില്ലാത്തത് കൊണ്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് ചേർന്നോളും, മസാലയുമായിട്ട് ചേർന്നോളും. അതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം ഏതാണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഈ മസാലയെല്ലാം ഞാൻ മസാല ഇടുന്ന വീഡിയോ അതിൻ്റെ അകത്ത് സ്കിപ്പായിപ്പോയി. ഞാൻ ഈസ്റ്റേൻ്റെ ബിരിയാണി മസാലയാണ് ഇട്ടത്. ശകലം മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടിയൊന്നും ആഡ് ചെയ്യത്തില്ല. മുളക് പൊടിയെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര എരിവാകും ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വറുത്ത ഇച്ചിരി സബോള ഇട്ട് നമ്മുടെ അരിയെല്ലാം വെന്ത് നല്ല അടിപൊളിയായി. അതിലേക്ക് നമ്മൾ വെന്ത അരി ഒരു ലെയർ ഇട്ട് അതിൻ്റെ അകത്ത് മല്ലിയിലയും പുതിനയിലയും സബോള വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് നെയ്യും ആഡ് ചെയ്ത് ശകലം പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ നമ്മുടെ ബിരിയാണി കാണാൻ. പിന്നെ അടച്ച് വെച്ചൊരു ശകലം നേരം വേവിക്കണം. ചെറിയ തീയിലാണ് വേവിക്കുന്നത് നല്ലത് കേട്ടോ. ഒരു 10 മിനിറ്റ്. അത് കഴിയുമ്പോൾ തുറന്നത് അടിപൊളി ബിരിയാണി റെഡിയായി. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബൈ.